ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മീഡിയസി. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയുടെ 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസിന്റെ പാർട്ട് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാർട്ട് 1 to 3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം ഈ പാർട്ട് 4 വാച്ച് ചെയ്യുക. പാർട്ട് 1 to 3യുടെ വീഡിയോ ലിങ്ക്സ് ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ഡൗട്ട്സ് നമുക്ക് ചാറ്റ് ബോക്സിലൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് പാർട്ട് 4. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഇസഡ്, വൈ, എച്ച്, എ, ബി, സി, ഡി അങ്ങനത്തെ ഡിഫറെൻറ്റ് 2 പോർട്ട് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷന് ഈ വീഡിയോയുടെ. അതുപോലെ ഇസഡ് പാരാമീറ്റർ ഒരു നെറ്റ്വർക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും കൂടെ ലാസ്റ്റ് കാണും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ്. ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആണെങ്കിൽ ഈ ഏരിയയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗിവൺ നെറ്റ്വർക്ക് തരും, എന്നിട്ട് അതിൻ്റെ ഇസഡ്, വൈ, എച്ച്, എ, ബി, സി, ഡി ഇത്രയും പാരാമീറ്റേഴ്സ് ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഞാനിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടും എല്ലാ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതുമായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നോർമലി നമുക്ക് ഈ 2 പോർട്ട് നെറ്റ്വർക്കിനകത്ത് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും നെറ്റ്വർക്ക്സിന്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് ടി റെപ്രസെൻറ്റേഷൻ and second one is called as pi representation. അപ്പോൾ ഈ 2 രീതിയിലായിരിക്കും നെറ്റ്വർക്ക് നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് വിൽ ബി ഐദർ ഇൻ ടി റെപ്രസെൻറ്റേഷൻ ഓർ ഇൻ പൈ റെപ്രസെൻറ്റേഷൻ. നമുക്കിപ്പം പൈയിലാണെങ്കിൽ അതിന് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പം ടി റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടി നെറ്റ്വർക്ക് പോലെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതിനകത്ത് ഒരു ഇമ്പിഡൻസ്, സെക്കൻഡ് ഇമ്പിഡൻസ്, തേർഡ് ഇമ്പിഡൻസ് ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ടി നെറ്റ്വർക്ക്. ഇവിടെ V1 ആയിരിക്കും വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് V2 ആയിരിക്കും, കറണ്ട് I1 ഇൻപുട്ട് കറണ്ട്, 2 പോർട്ട് ആൻഡ് ഇൻവേഴ്സ് ആയിരിക്കും I2 കറണ്ട്. കൺവെൻഷൻ അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദിസ് ഈസ് ഇസഡ് ബി ആൻഡ് ദിസ് ഈസ് ഇസഡ് സി. ഇതുപോലെ ഒരു നെറ്റ്വർക്ക് തരുന്നതിനെയാണ് നമ്മൾ ആ റെപ്രസെൻറ്റേഷനെയാണ് വി കോൾഡ് ആസ് ടി റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന നെറ്റ്വർക്ക് ഒന്നെങ്കിൽ ഈ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്കൻഡ് ഫോം ആയിരിക്കും, ദാറ്റ് ഈസ് പൈ റെപ്രസെൻറ്റേഷൻ. ഒരു പൈ ഫോമിലിരിക്കും. ദിസ് ഈസ് ഇസഡ് എ, ഇസഡ് ബി, ഇസഡ് സി. ഈ ടൈപ്പിലുള്ള റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ പൈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ പ്രൈസിൽ I1 ഉണ്ട്, I2 കറണ്ട് ഉണ്ട്, ഇയർ V1 വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് V2. ഇതാണ് 2 പോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് അവർ ഇൻപുട്ട് പോർട്ട് ആൻഡ് ദിസ് ഈസ് ഔട്ട്പുട്ട് പോർട്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് നെറ്റ്വർക്ക് തരുന്നത്. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടി നെറ്റ്വർക്കിൻ്റെയൊക്കെ നമ്മൾ ഇന്നത്തെ പ്രോബ്ലം ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പൈ ഫോമിലുള്ള നെറ്റ്വർക്ക് അതിൻ്റെ സോൾവ് ചെയ്ത് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പം ഇതിനെയാണെങ്കിൽ ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ സെയിം പ്രൊസീജിയർ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏത് പാരാമീറ്റർ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, ഏത് പാരാമീറ്റർ വേണമെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇസഡ് പാരാമീറ്റർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പഠിച്ചു വെക്കുക. ഇസഡിൽ നിന്ന് നമുക്ക് പാർട്ട് 3യിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഏത് പാരാമീറ്ററിനെയും ഇൻ ടേംസ് ഓഫ് അതർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം തന്നിരിക്കുന്ന സപ്പോസ് ഇപ്പോൾ ഒരു ABCD പാരാമീറ്റർ ആണ് ഈ ഒരു ടി നെറ്റ്വർക്കിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇസഡും ABCD ആയിട്ടുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ അറിയാം. 2 മിനിറ്റ് കൊണ്ട് അത് ഡിറൈവ് ചെയ്യാൻ പറ്റും.
അപ്പോഴത്തേക്ക് ഇസഡിൻ്റെയും എ ബി സി ഡിയുടെയും എന്ത് കിട്ടും, അത് നമ്മൾ റിലേഷൻ കിട്ടും. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇസഡ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അതിൻ്റെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് എ ബി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എളുപ്പമായി. അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല മെത്തേഡിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡിലൊക്കെയാണ് ഇട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ എ ബി സി ഡി പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എ ബി സി ഡി ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ഏത് മെത്തേഡും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കോംപ്ലിക്കേറ്റഡ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാതെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, അതുപോലെ ആൻസേഴ്സ് റോങ് ആവാനുള്ള പോസിബിലിറ്റി കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ നെറ്റ്വർക്ക് തിയറി അല്ലെങ്കിൽ സർക്യൂട്ട് തിയറിക്കകത്തും 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ EC, AE, അതുപോലെ ബയോമെഡിക്കൽ, ഇലക്ട്രിക്കൽ, അവർക്കെല്ലാം ഒരു മോഡ്യൂളാണ് ഈ എന്തെന്ന് പറയുന്നത് 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മോഡ്യൂളാണ് ഈ 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളുടെ ഈ ചാനലിലാണെങ്കിൽ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ഫുള്ള് വാച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ആ രീതിയിലായിരിക്കും. എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം Y പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വി വിൽ ഫൈൻഡ് ദ Z പാരാമീറ്റർ. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, Z മെട്രിക്സ്. Z മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Z11, Z12, Z21, Z22 ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ Y പാരാമീറ്റർ. അതുപോലെ ഇസഡും എച്ചും ആയിട്ടുള്ള റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ H പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല. കാരണം ഏതെങ്കിലും നെറ്റ്വർക്ക് തരും, ഇതിൻ്റെ ഏതെങ്കിലും പാരാമീറ്റർ ചോദിച്ചേ പറ്റത്തുള്ളൂ. ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ഇടാൻ പറ്റില്ല. കാരണം ഒരു എൻ്റയർ മോഡ്യൂളാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ ക്ലിയർ ആയല്ലോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൻ്റെ കേസിൽ ഫൈൻഡ് ദ Z പാരാമീറ്റർ ഓഫ് ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് എന്ത് നെറ്റ്വർക്കാണ് ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ T നെറ്റ്വർക്ക്. അപ്പോൾ ഒന്നീ T അല്ലെങ്കിൽ പൈ, ആ രീതിയിൽ തീർത്തുള്ളൂ. ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പൈ നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പോൾ പൈ നെറ്റ്വർക്ക് വരുമ്പോഴത്തേക്ക് അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചെയ്യുന്ന മെത്തേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Z പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദിസ് ഈസ് എ T നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം അതിൻ്റെ കൺവെൻഷണൽ മെത്തേഡ് ഞാൻ പറയാം. ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ഷോർട്ട് കട്ടായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഈ നെറ്റ്വർക്കിൽ നമ്മൾ വ്യൂ ചെയ്തുകൊണ്ട് അതിൻ്റെ Z പാരാമീറ്റർ മെട്രിക്സ് എങ്ങനെ എഴുതുന്നത് പറഞ്ഞുതരാം. ഓക്കെ, ലാസ്റ്റിൽ തന്നിരിക്കുന്ന നെറ്റ്വർക്കിന് ജസ്റ്റ് വ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ Z പാരാമീറ്റർ മെട്രിക്സ് എഴുതുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കൺവെൻഷണൽ മെത്തേഡാണ്. ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് 7 മാർക്സിന് ചോദിക്കുന്നതാണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ Z പാരാമീറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഇസഡിൻ്റെ മെട്രിക്സ് ഇക്വേഷൻ എഴുതണം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു 2 മാർക്സോളം ആ മെട്രിക്സ് ഇക്വേഷൻ അതിൻ്റെ കണ്ടീഷൻ ഇതിന് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ V = ZI ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 2 പോർട്ട് നെറ്റ്വർക്ക് ആയതുകൊണ്ട് V1, V2 = Z11, Z12, Z21, Z22 ഇൻറ്റു I1, I2. ഈ ഓരോ പാരാമീറ്റേഴ്സും ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ അതിൻ്റെ കണ്ടീഷനും നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പാർട്ട് 2-ൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്താൽ മതി. നമ്മളുടെ ഈ ചെയ്യാനുള്ള 4 പാരാമീറ്ററിൻ്റെയും ഇക്വേഷൻസ് എങ്ങനെയാണ് നമുക്ക് ഷോർട്ട് കട്ട്സിൽ മനസ്സിലാക്കി വെക്കുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 2-ൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഇൻ്റർ റിലേഷൻഷിപ്പ് പാരാമീറ്ററിൽ നിന്ന് വേറൊരു പാരാമീറ്റർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത് പാർട്ട് 3-ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ Z പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. മെട്രിക്സ് എഴുതി ഇനി ഇക്വേഷൻ എഴുതാൻ പോവാണ്. എങ്ങനെ വരും പറഞ്ഞ് V1 = Z11 I1 പ്ലസ് Z12 I2. സെക്കൻഡ് V2 = Z21 I1 പ്ലസ് Z22 I2. ഓക്കെ, അതിൽ നിന്ന് Z11ൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, Z11 = നമ്മൾ I2 0 ആക്കി വെക്കും. അപ്പോഴത്തേക്ക് V1/I1 കിട്ടും. പ്രൊവൈഡഡ് I2 = 0. I2 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, പോർട്ട് I2 മീൻസ് പോർട്ട് 2 ആണ്. പോർട്ട് 2 എന്തായിരിക്കും, 0 ആണെങ്കിൽ കറണ്ട് 0 ആണെങ്കിൽ എന്താക്കണം, ഓപ്പൺ ആക്കണം. ഓക്കെ,
അപ്പോൾ I2 0 ആക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പാരാമീറ്റർ കൂടെ കിട്ടും? Z21 കൂടെ കിട്ടും അല്ലെ. I2 0 ആക്കുമ്പോഴത്തേക്ക് ഈ പാരാമീറ്റർ കൂടെ കിട്ടും. ദാറ്റ് ഈസ് Z21 ഈക്വൽ ടു V2 ബൈ I1 provided I2 equal to 0. That here also port 2 open. Okay. അല്ലെങ്കിൽ തന്നെ Z എന്ന് വെച്ചാൽ V by I ആണ്. അപ്പോൾ ഇൻഡിസസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും 11 മീൻസ് V1 I1 ആയിരിക്കും, 21 മീൻസ് V2 I1 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് റിമൈനിങ് രണ്ട് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏതൊക്കെയാ? Z21 Z22 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ Z12 ഈക്വൽ ടു I1 0 ആക്കും. I1 0 ആക്കുമ്പോഴത്തേക്ക് V1 ബൈ I2 എന്ന് കിട്ടും, പ്രൊവൈഡഡ് I1 ഈക്വൽ ടു 0. സിമിലർലി I1 0 ആക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? Z22 കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു V2 ബൈ I2 പ്രൊവൈഡഡ് I1 ഈക്വൽ ടു 0. ഇതിൻ്റെ രണ്ട് കേസിലും പോർട്ട് I1 ആണ്. പോർട്ട് 1 എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻസ് ഇത്ര എഴുതുന്നതിന് 2 മാർക്സ് കിട്ടും. ഇപ്പോൾ Z പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് Z ഇക്വേഷൻ എഴുതി. ഈ Y പാരാമീറ്റർ ആണെങ്കിൽ നമ്മൾ Y ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Z11, Z12, Z21, Z22 ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് Z11ഉം Z21ഉം ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. Z11ഉം Z21ഉം ആയിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പോർട്ട് 2 ഓപ്പൺ ആയിരിക്കും അല്ലേ. പോർട്ട് 2 ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഞാൻ ഒന്ന് സർക്യൂട്ട് എടുത്തുകൊണ്ട് വരയ്ക്കുകയാണ്. ഇവിടെ ഒരു V1 ഉണ്ട്. ദിസ് ഈസ് റെസിസ്റ്റർ 2 ohm റെസിസ്റ്റർ. ദിസ് ഈസ് 1 ohm റെസിസ്റ്റർ, 2 ohm റെസിസ്റ്റർ. ഇവിടെ പോർട്ട് 2 ആണ് ഓപ്പൺ ആക്കുന്നത്. പോർട്ട് 2 ഓപ്പൺ ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അത് ഓപ്പൺ ആക്കിയിട്ടേക്കും. ഓക്കെ, അതായത് ഹിയർ I2 ഈക്വൽ ടു 0 ആണ്. പോർട്ട് 2 ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത് രണ്ടോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പോർട്ട് 2 ഓപ്പൺ മീൻസ് I2 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഈ Z11ഉം Z21ഉം ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് അറിയാം. ഒന്ന് V1 I1 ആണ്, മറ്റേത് V2 I1 ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ Z11 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് V1 ബൈ I1 ആണ്. അപ്പോൾ ഈ V1ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതും. ഓക്കെ, ഇതിൻ്റെ കറണ്ട് ഡയറക്ഷൻ I1 ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് Z11 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി V1 ബൈ I1 ആണ്. അപ്പോൾ V1ൻ്റെ എക്സ്പ്രഷൻ എഴുതും. അപ്പോൾ V1 ഈക്വൽ ടു എന്ത് കിട്ടും? V1 ഇസ് ഈക്വൽ ടു I ഇൻറ്റു R. I എന്ന് വെച്ച് കഴിഞ്ഞാൽ I1 ആണ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 + 1 3 ആണ്. സോ 3I1 എഴുതാം. ഓക്കെ, അതിൽ നിന്ന് V1 ബൈ I1 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? V1 ബൈ I1 3 എന്ന് കിട്ടും. ഈ V1 ബൈ I1 ആണ് നമ്മളുടെ ഇതെന്ന് പറയുന്നത് Z11 എന്ന് പറയുന്നത്. അപ്പോൾ Z11ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3 ohm കിട്ടി. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ Z11ഉം Z21ഉം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ I2 0 ആണ്. 2 മീൻസ് സെക്കൻഡ് പോർട്ട് ഓപ്പൺ ആക്കി വെക്കുക, അതാണ് I2 0 എന്ന് പറയുന്നത്. അപ്പം പോർട്ട് 1ൽ V1 ഉണ്ട്, അതുപോലെ ഇവിടെ കറണ്ട് I1 ഉണ്ട്. നമ്മൾ നെറ്റ്വർക്ക് അതുപോലെ വരച്ചു. അതിനുശേഷം ഈ കണ്ടീഷനിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഈ രണ്ട് ടേംസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ഇതിനകത്തിൽ V1 ബൈ I1 ആണ്. അപ്പോൾ V1ൻ്റെ എക്സ്പ്രഷൻ എഴുതുക. V1 ഇസ് ഈക്വൽ ടു 3I1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് V1 ബൈ I1 ഇസ് ഈക്വൽ ടു 3 ohm എന്ന് കിട്ടും. ഇനി ഈ കണ്ടീഷനിൽ എന്താ കിട്ടേണ്ടത്? Z21 ആണ് കിട്ടേണ്ടത് അല്ലേ. Z21 കിട്ടണം. Z21 എന്ന് വെച്ച് കഴിഞ്ഞാൽ V2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? V2ൻ്റെ എക്സ്പ്രഷൻ എഴുതണം. V2ൻ്റെ എക്സ്പ്രഷന് എഴുതണം. ഇതിൻ്റെ V2 ഇവിടെ ഇതാണ് V2 എന്ന് പറയുന്നത്, വോൾട്ടേജ് V2 എന്ന് പറയുന്നത്. V2ൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞ് V2 ഈക്വൽ ടു എന്ത് വരും? ഇതിൻ്റെ കേസിൽ ഇത് ഓപ്പൺ ആണ്, അപ്പോഴത്തേക്ക് എന്തേ വരത്തുള്ളൂ? V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. ഇവിടെ I എന്താണ്? ഇതിൻ്റെ കേസിൽ I എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? I1 കറണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? V2 ഈക്വൽ ടു 1 ഇൻറ്റു I1 എന്ന് കിട്ടും. ഈ V2ൻ്റെ വോൾട്ടേജ് നമ്മൾ എഴുതുന്നത്, ഇത് ഓപ്പൺ ആണ്. അപ്പോൾ ഇതിലേക്കുള്ളതെന്ന് വെച്ചാൽ ഡ്രോപ്പ് എന്ന് വെച്ചാൽ I ഇൻറ്റു R. I എന്ന് വെച്ച് കഴിഞ്ഞാൽ I1 ആണ്, R എന്ന് വെച്ചാൽ 1 ആണ്. V2 ഈക്വൽ ടു 1 ഇൻറ്റു I1 എന്ന് കിട്ടും. അതിൽ നമുക്ക് വേണ്ട എന്താ? V2 ബൈ I1 ഈക്വൽ ടു എന്ത് കിട്ടി? 1 ohm കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ Z21 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടി. Z21ഉം കിട്ടി, Z11ഉം കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് എന്ത് ചെയ്യണം? നമുക്ക് ഇത് രണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? കണ്ടീഷൻ എന്താണ്? I1 0 ആണ്. അതായത് എന്ത് ചെയ്യും? നമ്മൾ പോർട്ട് 1 ഓപ്പൺ ആക്കിയിട്ട്, ഇത് പോർട്ട് 1 ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാം.
സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് ദിസ് ഈസ് 1 ഓം, I1 ഇതാണ് 0 ആണ്, അതാണ് കണ്ടീഷൻ. ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ I1 0 ആണ്. ഓക്കെ, I1 0 ആക്കി. ഇവിടെ V1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് Z12ഉം Z22 ആണ്. Z12ഉം Z22 ആണ്. Z12 എന്ന് വെച്ച് കഴിഞ്ഞാൽ V1/I2ഉം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ V2/I2 ആണ്. പ്രൊവൈഡഡ് I1 ഈക്വൽ ടു 0. അപ്പോൾ ഈ Z12 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ V1 എക്സ്പ്രഷൻ എഴുതും അല്ലേ. ഇപ്പോൾ V1 എക്സ്പ്രഷൻ എഴുതിക്കേ. V1 ഈക്വൽ ടു എന്ത് വരും? ഇതിലേക്കൂടെയുള്ള കറണ്ട് I2 ആണ്, I1 0 ആണ്. സോ V1 ഈക്വൽ ടു പറഞ്ഞേ 1 ഇൻറ്റു I2. ഓക്കെ, V1/I2 ഈക്വൽ ടു എന്ത് കിട്ടും? 1 ഓം എന്ന് കിട്ടും. V1/I2 എന്ന് പറഞ്ഞാൽ എന്താണ്? Z12 ആണ് അല്ലേ. V1/I2 എന്ന് വെച്ചാൽ Z12 ആണ്. Z12ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 1 ഓം കിട്ടി. ഇനി എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? Z22 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, Z22 ഫൈൻഡ് ഔട്ട് എന്ന് വെച്ചാൽ V2 ആണ്. അപ്പോൾ V2ൻ്റെ എക്സ്പ്രഷൻ എഴുതുക. V2 ഈക്വൽ ടു എന്ത് വരും? V2 എന്തായിട്ട് വരും? V2 ഈക്വൽ ടു I ഇൻറ്റു R. I എന്ന് വെച്ചാൽ I2 ആണ്, R എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വരും ഇല്ലേ. ഇത് ഓപ്പൺ ആണ്. ഇപ്പം V2 എന്ന് വെച്ചാൽ ഇപ്പോൾ 3 ഇൻറ്റു I2 വരും. നമുക്ക് വേണ്ട എന്താ? V2/I2 ഈക്വൽ ടു 3 ഓം എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു Z22. ദാറ്റ് ഈസ് Z22 ഈക്വൽ ടു 3 ഓം എന്ന് കിട്ടും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട്. ലാസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ആ മെട്രിക്സ് ആയിട്ട് എഴുതണം. മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ V1 V2 ഈസ് ഈക്വൽ ടു Z11 Z12 Z21 Z22 ഇൻറ്റു I1 I2. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ എന്താ? V1 V2 ഈക്വൽ ടു Z11ൻ്റെ വാല്യൂ 3 ആയിരുന്നു, 21ൻ്റെ വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് 3 1 1 3 അല്ലേ, ടു I1 I2. ഇതാണ് ആ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ Z പാരാമീറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ Z പാരാമീറ്റർ. ഇനി ഇതിൻ്റെ ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈസി മെത്തേഡ്, ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് തന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ്? ഇതൊരു T നെറ്റ്വർക്കാണ്. ഓക്കെ, T നെറ്റ്വർക്കിൻ്റെ Z ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ നിന്ന് വായിക്കാണ്. നമുക്ക് തന്നത് I1 I2 V1 V2 2 ഓം 2 ഓം 1 ഓം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ Z പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്നും എഴുതാതെ ഇട്ട് നോക്കി തന്നെ നമുക്ക് അതിൻ്റെ Z പാരാമീറ്റർ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി Z പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ V1 V2 ഇൻറ്റു ഒരു Z മെട്രിക്സ് ഇൻറ്റു I1 I2 ആണ്. അപ്പോൾ അതിനകത്ത് Z11 ഇതാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഇൻപുട്ട് നോക്കുക. ഇൻപുട്ട് സൈഡിലെ റെസിസ്റ്റൻസിൻ്റെ സമ്മായിരിക്കും വരുന്നത്. ഏത് സർക്യൂട്ടാണെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്തായിരിക്കും? ഇൻപുട്ട് ഇപ്പോൾ T ഫോമിലാണെങ്കിൽ അതിൽ ഈ ഫസ്റ്റ് എൻട്രി ദാറ്റ് ഈസ് Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിലെ റെസിസ്റ്റൻസ് സമ്മായിരിക്കും. എത്ര ആയിരിക്കും വരുന്നത്? 2 + 1 3 ആയിരിക്കും. ഇനി അടുത്തെന്താണ്? Z12 ആണ്. 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് 1നും പോർട്ട് 2നും കോമൺ ആയിട്ടുള്ളത് ഏതായിരിക്കും? ഇത് പോർട്ട് 1 പോർട്ട് 2 കോമൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏതായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ തന്നെ Z21 എന്ന് വെച്ചാൽ എന്താണ്? 2നും 1നും കോമൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Z11 എഴുതിയ പോലെ ഔട്ട്പുട്ട് പോർട്ടിലെ റെസിസ്റ്റൻസ് സമ്മായിരിക്കും. ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് സമ്മ് 2 + 1 3 ആയിരിക്കും. ഇതായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്. കണ്ടോ? സെയിം വന്നുണ്ടോ? ഇങ്ങനെ ആയിരിക്കും ഒരു T നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ Z പാരാമീറ്റർ ഈ ഫോമിലായിരിക്കും വരുന്നത്. നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. എങ്ങനെയാണ് വരുന്നത്? അതിൽ Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിലെ റെസിസ്റ്റൻസ് സമ്മ്, Z12ഉം Z21 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് 1നും പോർട്ട് 2നും കോമൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അതുപോലെ Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പോർട്ടിലെ റെസിസ്റ്റൻസ് സമ്മ്. ഇങ്ങനെ എഴുതാൻ പറ്റും. V1 V2 Z മെട്രിക്സ് ഇൻറ്റു I1 I2 ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റും.
ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സ്റ്റെപ്സിന് മാർക്കുണ്ട്. അപ്പോൾ ഈ കൺവെൻഷൻ മെത്തേഡ് തന്നെ ചെയ്യുക. അപ്പോൾ 7 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്സിന് മാർക്സ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ് തന്നെ എഴുതുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് വെച്ച് ചെക്ക് ചെയ്ത ആൻസർ കറക്റ്റാണ് നമുക്ക് നോക്കാൻ പറ്റും. ഇനി 2 മാർക്കിന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ ഇസഡ് പാരാമീറ്റർ ഇക്വേഷൻ എഴുതി ഡയറക്റ്റ് ഇസഡ് മെട്രിക്സ് ഇങ്ങനെ എഴുതാൻ പറ്റും. രണ്ടും ഓക്കെയാണ്. ഓക്കെ, ഇപ്പം ഇന്നത്തെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യനിലും ഏതെങ്കിലും പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിനകത്ത് ബേസിക്കലി 2 ടൈപ്പ് നെറ്റ്വർക്കാണ് വരുന്നത്, ടി നെറ്റ്വർക്കും പൈ നെറ്റ്വർക്കുമാണ് വരുന്നത്. ഇപ്പോൾ ടി നെറ്റ്വർക്കിലൊരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇനി പൈ നെറ്റ്വർക്ക് വരുമ്പോഴത്തേക്ക് പൈയിലും ഇതുപോലെ ഇക്വേഷൻസ് എഴുതി ചെയ്യാം. അതിനേക്കാൾ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ടീയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് വെച്ചിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർറിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചത് കൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ചോദിക്കുകയാണെങ്കിൽ, സപ്പോസ് ഒരു എച്ച് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുകയാണ്, ഈ നെറ്റ്വർക്കിൻ്റെ എച്ച് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ സെയിം പ്രൊസീജിയറിൽ നമ്മൾ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇന്റർറിലേഷൻഷിപ്പ് അറിയാം, എച്ചിനെ ഇൻ ടേംസ് ഓഫ് ഇസഡ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ മെത്തേഡൊന്നും ചോദിക്കത്തില്ല, ഫൈൻഡ് എച്ച് പാരാമീറ്ററിന് ചോദിക്കത്തില്ല. അപ്പോൾ നമുക്ക് അത് അഡോപ്റ്റ് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ എക്സാംസിന് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ തെറ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യാനുള്ള ടൈം നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാറ്റഗറി വരുന്ന ഏത് പ്രോബ്ലവും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടി നെറ്റ്വർക്കിൻ്റെ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് എന്ന മെത്തേഡാണ് നമ്മൾ ചെയ്തത്. അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻസ് എഴുതുക. ഇക്വേഷൻസ് എഴുതിയിട്ട് അതിൻ്റെ കണ്ടീഷൻസ് എഴുതുക. കണ്ടീഷൻസ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഓരോന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇസഡ് 1 ഇസഡ് 2 നമ്മൾ കണ്ടീഷൻ ചെയ്തപ്പോഴത്തേക്ക് പോർട്ട് 2 ഓപ്പൺ എന്നായിരുന്നു. അപ്പോൾ ഈ നെറ്റ്വർക്കിനകത്ത് പോർട്ട് 2 ഓപ്പൺ മീൻസ് I2 0 എന്ന് വരുന്ന കേസാണ്. അത് വെച്ചിട്ടുള്ള നമ്മൾ എന്ത് വരച്ചു, അതിൻ്റെ സർക്യൂട്ട് വരച്ചു. അതിനുശേഷം ഇത് രണ്ടുമാണ് ആ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നോക്കുക, അതിനകത്ത് V1 I1 വരുന്നത്. അപ്പോൾ V1ൻ്റെ എക്സ്പ്രഷൻ എഴുതുക. അപ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ Z11 പാരാമീറ്റർ. നെക്സ്റ്റ് Z21 കിട്ടാൻ വേണ്ടി V2 ആണ് വരുന്നത്. അപ്പോൾ V2ൻ്റെ എക്സ്പ്രഷൻ എഴുതുക. അതിൽ നമുക്ക് Z21 വാല്യൂ കിട്ടും. അതിനുശേഷം അടുത്ത Z12 Z22 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കണ്ടീഷൻ വ്യത്യാസമുണ്ട്. I1 = 0 ആണ്. അപ്പോൾ സർക്യൂട്ട് ഒന്നും കൂടെ റീഡ്രോ ചെയ്തിട്ട് I1 0 ആക്കുക. അതായത് പോർട്ട് 1 നമ്മൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പാരാമീറ്റേഴ്സ് ആണ് ഏതൊക്കെയാണ്, ഈ ബാക്കി വരുന്ന Z12 Z22 വരുന്നത്. അപ്പോൾ അവിടെ അതേപോലെയാണ് Z12 എന്ന് വെച്ചാൽ V1 എക്സ്പ്രഷൻ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് Z12 പാരാമീറ്റർ കിട്ടും. അതുപോലെ V2 എക്സ്പ്രഷൻ എഴുതുമ്പോഴത്തേക്ക് Z22 പാരാമീറ്റർ കിട്ടും. അപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാൻ മറക്കരുത്. I1 = 0, പോർട്ട് 1 ഓപ്പൺ ആണ്. 4 പാരാമീറ്ററും കിട്ടി. ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ ഇതുപോലെ മെട്രിക്സ് തന്നെ എഴുതണം. ഈ മെട്രിക്സ് തന്നെ എഴുതണം, മറക്കുന്നു പോകരുത്. അതുപോലെ ഈ ഓരോന്ന് എഴുതുമ്പോഴേ യൂണിറ്റ്സ് എഴുതാൻ മറക്കരുത്. ഇതിനൊക്കെ മാർക്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഈസി മെത്തേഡും കൂടെ പറഞ്ഞായിരുന്നു. ഇങ്ങനത്തുള്ള ടി നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ ഇസഡ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, Z11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിലെ റെസിസ്റ്റൻസ് സമ്മ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതുപോലെ Z12 അല്ലെങ്കിൽ 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിസസ് വരുമ്പോൾ അറിയാം അത് കോമൺ ടു ബോത്ത് പോർട്ട് 1 and 2 ആണ്. അതാണ് 1, 2 എന്ന് പറയുന്നത്. 1 എന്ന് വെച്ചാൽ എൻറ്റയർലി പോർട്ട് 1 ആണ്. അങ്ങനെയാണ് എൻ്റെ ഇൻഡിസസ് വരുന്നത്. അപ്പോൾ 1, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കോമൺ ടു പോർട്ട് 1 and 2 ആണ്. അതുപോലെ 21 സെയിം ആണ്. 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പോർട്ടിലെ റെസിസ്റ്റൻസ് സമ്മ്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഇസഡ് പാരാമീറ്റർ എഴുതാനും പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പൈ നെറ്റ്വർക്ക് ഇസഡ് പാരാമീറ്റർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പഠിക്കാം. അപ്പോൾ ഇസഡ് പാരാമീറ്റർ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇന്റർറിലേഷൻഷിപ്പ് അറിയാവുന്നത് കൊണ്ട് ബാക്കി ഏത് പാരാമീറ്റർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആ സ്റ്റെപ്സും കൂടെ എഴുതി പോകണം. അപ്പോൾ വൈ പാരാമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ വൈയുടെ ഇക്വേഷൻസ് എഴുതണം. അതിനുശേഷം നമ്മൾ ഇസഡ് കണ്ടുപിടിച്ചിട്ട് ഇന്റർറിലേഷൻഷിപ്പിൻ്റെ ആ ഡെറിവേഷൻ നമുക്കറിയാവുന്നത് കൊണ്ട് എളുപ്പമായിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കറസ്പോണ്ടിങ് പാരാമീറ്റർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇസഡ് പാരാമീറ്റർ പൈ നെറ്റ്വർക്കിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വ്യൂവേഴ്സ് കൂടുതലാണ്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് us.
നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് അതുപോലെ ഷെയറിങ്ങുമാണ് മോർ വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ സപ്പോർട്ട് ബിടെക് മീഡിയസി. പുതിയ നല്ല വീഡിയോസ് ആയിട്ട് വരാം. അതുപോലെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കിയേക്കുക. അപ്പോഴത്തേക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ താങ്ക് യു.